കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു കുടുംബ ബന്ധം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തിൽ, അഥവാ എൻ്റെ കുടുംബ ബന്ധം അന്ത്യനാളിൽ എല്ലാ ബന്ധങ്ങളും താറുമാറായി മുറിഞ്ഞു പോകുന്ന, ഡിസ്കണക്റ്റായി പോകുന്ന സമയത്ത് എൻ്റെ ബന്ധം മാത്രം നിലനിൽക്കുമെന്ന് പറഞ്ഞ മുത്തുനബിയുടെ വാക്ക് ആസ്പദമാക്കി, അതിനടിസ്ഥാനമാക്കി മുത്തുനബിയോടൊരു കുടുംബ ബന്ധം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിൽ മുത്തുനബിയുടെ പേരമകളായ, അഥവാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകളായ ഉമ്മു കുൽസും ബീവിയെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹാന്വേഷണം നടത്തുകയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് കുഞ്ഞിനെ ഒരു വസ്ത്രം കയ്യിൽ കൊടുത്തുകൊണ്ട്, ഒരു പുതപ്പ് എന്ന് കാണാം, ചില റിപ്പോർട്ടുകളിൽ ഹുല്ലത്ത് എന്ന് കാണാം, ഒരു വസ്ത്രം, അത് മോളെ ഉമ്മു കുൽസുമിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ചെറിയ കുട്ടിയാണ്, കളിപ്രായമാണ്. ഹദീസുകളിൽ കാണാം ആശിക്കുന്ന പ്രായമെത്തിയിട്ടില്ല, ഒരാൾ കണ്ടാൽ ആശിക്കുന്ന പ്രായമെത്തിയിട്ടില്ല, അങ്ങനത്തെ ചെറിയ കുഞ്ഞാണ്. ഒരു വസ്ത്രം കൊടുത്തിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു കാഴ്ച എന്നുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കുന്നു. അങ്ങനെ ആ വിവാഹം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കെട്ടിച്ചു കൊടുക്കുന്നു. സഹാബത്തിൻ്റെ ഇടയിൽ ഉമർ ഖത്താബ് തന്നെ അത് പരസ്യപ്പെടുത്തുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയം വരെ ആ മകൾ ഉമ്മു കുൽസും എന്ന് പറയുന്ന ബീവി മഹാനവറുകളുടെ ഭാര്യയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ശേഷം ഉമ്മു കുൽസും ബീവിയെ കല്യാണം കഴിച്ചത് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ മകൻ ഔനു ബിൻ ജാഫർ റളിയല്ലാഹു ആണ്. അതായത് അലിയാർ തങ്ങളുടെ സഹോദരനായ ജാഫർ റളിയല്ലാഹു, മൂത്തത്തി രണഭൂമിയിൽ കൊല്ലപ്പെട്ട മഹാനവറുകളുടെ മകൻ ഔന് റളിയല്ലാഹു കല്യാണം കഴിച്ചു. ഔന് മരണപ്പെട്ടതിന് ശേഷം ഉമ്മു കുൽസും ബീവിയെ അവരുടെ സഹോദരനായ മുഹമ്മദ് ബിൻ ജാഫർ റളിയല്ലാഹുവിൻ്റെ മറ്റൊരു മകനാകുന്ന മുഹമ്മദ് കല്യാണം കഴിച്ചു. അവരും മരണപ്പെട്ടു. അതിനുശേഷം മഹദിയെ അബ്ദുല്ലാഹിബിൻ ജാഫർ റളിയല്ലാഹു കല്യാണം കഴിച്ചു. അബ്ദുല്ലാഹിബിൻ ജാഫർ റളിയല്ലാഹുവിന് കല്യാണം കഴിച്ച് ആ വിവാഹ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹദി ഉമ്മു കുൽസും ബീവി മരണപ്പെടുന്നത്, വഫാത്താകുന്നത്.